സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ചില ദിവസങ്ങളിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അത് തെറ്റായ മെസ്സേജുകളാണ്. ചിലർ വാട്സപ്പ് യുദ്ധം തന്നെ നടത്തുകയാണ് വാക്കുകൾ കൊണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലത് യാതൊരു തരത്തിലും ഇതുമായി ബന്ധപ്പെടാത്ത ചില കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ കമൻറ്റുകളായിട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചിലർ പറയുന്നുണ്ട്, ഇന്ത്യ ഇന്ന് അവരെ തിരിച്ചടിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് അവരെ പൂർണ്ണമായും തകർക്കും. അങ്ങനെയുള്ള രീതിയിൽ പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുകയാണ്. ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യം എന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. കാരണം മനുഷ്യൻ മനുഷ്യനെയാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ ശത്രുത വളർത്തുവാൻ വേണ്ടി നമ്മൾ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നു. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുഭാഷിതം 12:22 വളരെ വ്യക്തമായിട്ട് ഒരു വചനം നമ്മൾ പറയുന്നുണ്ട്. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വളരെ മനോഹരമായ ഒരു വചനം അല്ലേ? സുഭാഷിതങ്ങൾ 12:22 ഒന്ന് എടുത്ത് വായിക്കുന്നത് വളരെ നല്ലതാണ്. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്, അതേസമയം വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. എത്ര മനോഹരമായ ഒരു വചനമാണ്. പക്ഷേ ആ വചനത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടുവാൻ വേണ്ടി ഒത്തിരിയേറെ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കണം. ഇപ്പോൾ ഈ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ അല്ല, ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ പറയുന്നത് സത്യമാണോ എന്ന് സംശയിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പ്രമുഖമായ ഒരു വാർത്താ ചാനൽ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസായിട്ട് അവതരിപ്പിക്കുകയാണ്, ഈ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. വളരെ ആവേശത്തോടെ ഇപ്പോൾ വരുന്ന വാർത്തയാണ്, നിങ്ങളിത് കേൾക്കുക, രാജ്യത്തിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു, ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ വളരെ ആവേശത്തോടെ ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ, ഇവിടെ അടുത്ത ഒരു വ്യക്തി UK യാത്ര ചെയ്യുക എന്നുള്ള ഒരു കുട്ടിയാണ്, എന്നെ കാണാൻ വന്നു, പ്രാർത്ഥിക്കുന്നുള്ള സമയത്താണ് ഈ ഒരു ന്യൂസ് നമ്മൾ കാണുക. അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോഴതോടുകൂടി ആ കുട്ടിക്ക് ടെൻഷനായി. കാരണം എൻ്റെ യാത്ര ഇതെങ്ങനെ ബാധിക്കുമെന്നറിയില്ല. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണത്. ഒത്തിരിയേറെ കടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി. ഈ യാത്ര മാറ്റിവെക്കുകയാണെങ്കിൽ തനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ കുട്ടിക്ക് ആവലാതി. അങ്ങനെ ഇനി ഞാൻ എയർപോർട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഇനി അതിനുകൂടി ഞാൻ പൈസ കളയണോ, അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ചിന്തയിലേക്ക് ആ കുട്ടിയുടെ മനസ്സ് മാറുകയാണ്. എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നല്ല ഒരു സന്തോഷത്തോടു കൂടെ യാത്ര ചെയ്യാൻ വന്നൊരു കുട്ടിയാണ്. പക്ഷേ സംസാരത്തിനിടയിൽ ഈ ഒരു ഫ്ലാഷ് ന്യൂസ് കണ്ടപ്പോൾ പതറിപ്പോകുന്നൊരു കാഴ്ച. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിമാനത്താവളത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചോ, നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് ഫ്ലൈറ്റില്ല എന്നുള്ള അറിയിപ്പ് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, യു ഗോ അഹെഡ്. കാരണം ഇതുപോലെയുള്ള വാർത്തകൾ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിരുന്നു, യാതൊരു തരത്തിലുള്ള വിമാനത്താവളം അടച്ചിരുന്ന സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം ഈ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തി തന്നെ വളരെ ആവേശത്തോട് പറഞ്ഞു, വ്യാജ വാർത്തകളോട് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, നിങ്ങൾ പ്രതികരിക്കേണ്ട വിധം ഇങ്ങനെയല്ല. വ്യാജ വാർത്തകൾ നൽകുന്ന ഒത്തിരിയേറെ ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും, അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കരുത്. അപ്പോഴും ആ വ്യക്തി പറയുന്നില്ല, ഇന്നലെ ഞാനും ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ ഏത് തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിഴുങ്ങിയിട്ട് പിറ്റേ ദിവസം വന്ന് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് മറ്റുള്ളവരെ ഏത് രീതിയിലാണ് നശിപ്പിക്കുന്നത്. ഒത്തിരി ആൾക്കാരുടെ പ്രതീക്ഷകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി ആളുകൾ നിരാശയിലേക്ക് നിബന്ധിക്കാൻ സാധ്യതയുണ്ട്. അവസാനം സ്വന്തം ജീവൻ പോലും എടുത്തു കളയുന്ന തരത്തിലേക്ക് അവർ ചിന്തിച്ചു കൂട്ടും. കാരണം എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം ഇല്ലാതായല്ലോ എന്ന് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. ഈ യുദ്ധത്തിന് കാരണമായിട്ട് മാറുന്നത് പോലും പലപ്പോഴും ഇതുപോലെ പത്രമാധ്യമങ്ങൾ നൽകുന്ന വ്യാജ വാർത്തകളായിരിക്കാം. ആ വാർത്തകളൊക്കെ ഒന്ന് നിങ്ങളത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതേസമയം പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരൊന്ന് ചിന്തിക്കുന്ന നല്ലത്, നമ്മൾ പറയുന്ന വാർത്തകൾ 100% ശരിയായ വാർത്തകളാണ്. ഒരുപക്ഷെ 100% വാർത്തകൾ നമുക്ക് നൽകുവാൻ സാധിക്കില്ലായിരിക്കാം, അല്ലേ? സത്യസന്ധമായ വാർത്തകൾ നൽകാൻ. പക്ഷേ ഇവിടെ എന്താണ് നിങ്ങളുടെ മോട്ടീവ്? ചുമ്മാ റീച്ച് കിട്ടുക, മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിച്ച് നിർത്തുക, അതുമാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കെതിരെ
വ്യാജ വാർത്തകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഒരു അറ്റൻഷൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുന്ന ഒരു സമയമാണ്. പല വ്യക്തികളും ഇന്ന് ആ ഒരു തരത്തിലേക്ക് തരം താഴ്ന്നു പോയിരിക്കുകയാണ്. കാരണം എനിക്ക് ഇന്ന് മുഖ്യധാരയിൽ നിൽക്കണമെങ്കിൽ എൻ്റെ എതിരെ നിൽക്കുന്ന വ്യക്തിയെ ഞാൻ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം. അതിനുവേണ്ടി കള്ളപ്രചരണങ്ങൾ നമ്മൾ നടത്തും, അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധാരണ കൊടുക്കും. അതുതന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾ ചെയ്യുക. കാരണം മറ്റു മാധ്യമങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മാധ്യമം ഉയർന്നു നിൽക്കണമെങ്കിൽ, നമ്മുടെ ചാനൽ ഉയർന്നു നിൽക്കണമെങ്കിൽ മറ്റു ചാനലുകളെ അടിച്ചിരുത്തുന്ന രീതിയിൽ സംസാരിക്കണം, അവരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കണം, അവർക്ക് കിട്ടാത്ത വാർത്തകൾ നമുക്ക് മാത്രം ലഭിച്ചു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു കിട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് വലിയ ദോഷമാണ് എന്ന് തിരിച്ചറിയുക. വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇന്ന് ഈ യുദ്ധം നല്ല രീതിയിൽ സമാധാനത്തോടെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അവിടെ ഈ വ്യാജ വാർത്തകൾ തീർച്ചയായും വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട്. ചിലപ്പോൾ വളരെ സമാധാനപൂർവ്വം അവസാനിക്കേണ്ട യുദ്ധം നമ്മൾ കൊടുക്കുന്ന വ്യാജ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ അത് ഉള്ളിൽ ഒരു ദേഷ്യമായിട്ട് മാറും, വെറുപ്പായിട്ട് മാറും, വീണ്ടും ആ യുദ്ധത്തെ വളർത്തുന്നതിന് കാരണമായിട്ട് മാറും. എന്നിട്ട് പാക് സൈന്യത്തിലുള്ള ആ വ്യക്തി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ചില മാധ്യമങ്ങൾ പറയുന്നു വിശ്വസിച്ചു, പക്ഷേ പിന്നീടാണ് അറിയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നോർത്തുക, ഒരു സൈനിക മേധാവി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റ് ചാനലുകളിലും വന്ന വീഡിയോസ് കണ്ടപ്പോൾ ഞാനതങ്ങ് വിശ്വസിച്ച് പോയി, പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഒന്നോർത്ത് നോക്കുക, നമ്മളും ഇതുപോലെ ഒത്തിരിയേറെ ചതിക്കുഴികളിൽ വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്തകൾ സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ അതേപടി സത്യമായിട്ട് ഏറ്റെടുക്കുന്നത് വഴി നമ്മൾ യഥാർത്ഥത്തെ തിരിച്ചറിയാതെ പോകുന്നു, സത്യത്തെ മനസ്സിലാക്കാതെ പോകുന്നു. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, കള്ളങ്ങൾ പറയാതിരിക്കുക, വ്യാജ വാർത്തകൾ നിങ്ങൾ ചുമ്മാ പ്രചരിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് സുഭാഷിതം 12:22 ഒരിക്കൽ കൂടി നമ്മൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ആ വചനത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ സത്യം പറയുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.